ജോൺ ബ്രിട്ടാസ് പോലും പറഞ്ഞത്, CPM പോലും പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന അവസ്ഥ ദുരന്തമാണ് എന്നാണ്. ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. മറുപടികളെന്ന് പറയാനുള്ള സമയം തരുമല്ലോ അല്ലേ? എനിക്ക് അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. പ്രഭാഷണമൊക്കെ കൊള്ളാം, കേൾക്കാനൊക്കെ രസമുണ്ട്, നല്ല ഇമ്പവും ഉണ്ടായിരുന്നു, നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ ശ്രീ ബ്രിട്ടാസെ, നിങ്ങൾ മത്സരിച്ചായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ. ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസിനെ മുഴുവൻ നിങ്ങൾ നന്നാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നിങ്ങൾ നന്നാക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ? പഞ്ചാബിൽ നിങ്ങളുടെ മുൻ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി, ദീർഘകാല സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ മണ്ണ, ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ജന്മം കൊടുത്ത മണ്ണ. അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്ന് അറിയാമോ? പ്ലീസ് പറയരുത്. എനിക്ക് എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ടേ? 0.06%. ഉത്തരാഖണ്ഡിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്ന് അറിയാമോ? 0.04%. അവിടെ നിന്ന് UP-യിലേക്ക് എത്തുമ്പോൾ ഈ കോൾഗേറ്റ് പരസ്യം പോലെയാ, പരസ്യവാചകം പോലെയാ, 0.01% കീഴാണു എന്ന് പറയുന്നതിന്റെ കൂട്ട് 0.01% മാത്രമാണ് നിങ്ങളുടെ വോട്ട് ഷെയർ. അങ്ങനെ ഒരു പാർട്ടിയുടെ പ്രതിനിധി വന്നിരുന്നിട്ടാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനെ പറയുന്നത്. ഞങ്ങളെക്കാൾ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു CPM പ്രതിനിധിക്ക് എങ്ങനെയാണ് ഞങ്ങളെ വിമർശിക്കാൻ കഴിയുന്നത്? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. വെസ്റ്റ് ബംഗാളിൽ 2006 176 സീറ്റ് ഉണ്ടായിരുന്ന സംസ്ഥാനത്തിനകത്ത് ഇപ്പൊ നിങ്ങളുടെ സീറ്റ് എത്രയാ? 0 സീറ്റ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. അങ്ങനെ ഒരു ഗതികേട് കേരളത്തിന്, ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനകത്തും കോൺഗ്രസിനില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായ 34 വർഷം നിങ്ങൾ ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് ഇപ്പൊ നിങ്ങളുടെ സീറ്റ് വട്ടപൂജ്യമാണ്. അവിടെ ഒന്നാമത്തെ കക്ഷി തൃണമൂൽ കോൺഗ്രസ്, രണ്ടാമത്തെ കക്ഷി BJP, അമിത്ഷായും നരേന്ദ്രമോദിയും കയറി. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. നിരന്തരമായി ഫാഷിസ്റ്റ് വരവലുകൾ നടത്താൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിരോധം നടത്താൻ കഴിയുന്നോ? ത്രിപുര ദീർഘകാലം നിങ്ങൾ ഭരിച്ച സംസ്ഥാനം, അവിടുത്തെ വോട്ടിംഗ് ശതമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പാർട്ടിയായിട്ട് തന്നെ എന്താ ഉറക്കം വരുന്നു. 1% പാർട്ടിയായിട്ട് തന്നെ BJP-യിലേക്ക് പോയി. ഞങ്ങളുടെ ഏതാനും നേതാക്കന്മാരാ പോകുന്നത്. എനിക്ക് എത്ര വേണമെങ്കിലും വിമർശിക്കാം, മാധ്യമ പ്രവർത്തകയുടെ കുപ്പായം ഇട്ടുകൊണ്ട്. ഇവിടെ MT രമേശ് വിജയിച്ചു നിൽക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം വിമർശിക്കട്ടെ, പരിഹസിക്കട്ടെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെക്കാൾ പരാജയപ്പെട്ട ഒരാൾ ഞങ്ങളെ ഇങ്ങനെ രൂക്ഷമായി വിമർശിക്കുമ്പോ പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ഞങ്ങളുടെ നേതാവിന്റെ ചിത്രം വെച്ച് ഫ്ലക്സ് അടിച്ച് പിന്നെ പോക്കറ്റിൽ കുത്തുന്ന ബാഡ്ജ് വരെ അടിച്ച് പാർലമെന്റിലേക്ക് ജയിച്ചു വന്നതിന് ശേഷം ഞങ്ങളുടെ നേതാവിനെ ആക്ഷേപിക്കുമ്പോ അപ്പൊ അതിനുശേഷം ഞാൻ നിശബ്ദമായി ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആഗ്രഹം ഒരല്പം ദുരാഗ്രഹമായി. എല്ലാരും കൈവച്ചല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി.